ഗാഥയ്ക്ക് നല്ല പരിക്കുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അഹങ്കാരത്തിന്റെ ഫലം അതൊക്കെ. അത് നമ്മളെ കൊണ്ടൊന്നും തടയാൻ പറ്റുന്നതല്ല. അച്ഛൻ ആശുപത്രിയിൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് നിന്ന് ഗാഥയൊന്ന് നോക്കായിരുന്നു. അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. മോള് ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു ഊരാക്കുടുക്കില്. അതിനെങ്ങനെ തലയൂരാന്ന് മാത്രം ചിന്തിച്ചാ മതി. അപകടം പറ്റിയത് എനിക്കാണെന്ന് അച്ഛൻ കരുതിയിരിക്കുന്ന. അതുകൊണ്ടാ അച്ഛൻ ആശുപത്രിയിൽ തന്നെ നിൽക്കുന്ന. മോളെ, നീയാണെന്ന് കരുതി ഗാഥ ആശുപത്രി കിടക്കുമ്പോ നീ പുഴയോരം വീട്ടിലേക്ക് വരുന്നതും അപകടമാ. സാർ അറിയുന്ന നിമിഷം നമ്മൾ ഇത്രയും നാള് സാറിനെ കബളിപ്പിക്കായിരുന്നു എന്ന് തോന്നില്ലേ? അച്ഛൻ ഇപ്പൊ മോളോട് കാണിക്കുന്ന ഇഷ്ടം നഷ്ടപ്പെടുത്തില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാനിതേ ഇപ്പോഴൊരു ഇരുട്ടത്ത് നിക്ക. ആരെങ്കിലും എന്നെ കണ്ട. നീ ഇപ്പൊ വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. മോള് ഗോപാലിന്റെ വീട്ടിലേക്ക് പോയിക്കോ. അവിടെ നിന്നോ. എന്നിട്ട് നാളെ നേരം എടുക്കട്ടെ. എന്തെങ്കിലും മാർഗം നമുക്ക് നോക്കാം. ഇത്രയും കാലം ആൾമാറാട്ടം തന്നെയല്ലേ നടത്തിയിരുന്നേ? ഇതിനും എന്തെങ്കിലും ഒരു മാർഗം ഈശ്വരൻ കാണിച്ചു തരും. എന്നാ ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. ഗാഥയ്ക്ക് പകരം നീ ഒരു സ്ഥലത്ത് ചെന്ന നിന്നെ ആരും തിരിച്ചറിയില്ല. പക്ഷേ അതുപോലെയല്ല നിനക്ക് പകരം ഗാഥ ഒരിടത്ത് ചെന്ന അഹങ്കാരത്തോടെയുള്ള അവളുടെ സംസാരം കേട്ടാൽ തന്നെ അവളെ തിരിച്ചറിയും. ഷോ, എനിക്ക് ഒരു സമാധാനവുമില്ല. നീ എത്രയും പെട്ടെന്ന് ഗോപാലിന്റെ വീട്ടിലേക്ക് പോ. അവിടെ ചെന്നിട്ട് എന്നെ വിളിക്ക്. ഈ രാത്രി നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചെല്ല്, ചെല്ലു മോളെ. ശരി. എന്റെ ദൈവമേ, എന്തൊക്കെ പരീക്ഷണങ്ങളാ നിത്യേന ഇങ്ങനെ ഉണ്ടാവുന്നത്. അതെ, കാലനങ്ങാതെ സൂക്ഷിക്കണം. ഡിസ്ചാർജിന്റെ കാര്യം നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ? പേടിക്കണ്ട മോളെ, ഞാൻ മോളുടെ കൂടെ തന്നെ ഉണ്ട്. മോളിക്കുട്ടി, ആ കരിക്കും വെള്ളം ഇങ്ങെടുത്തേ. കുഴപ്പമൊന്നുമില്ല മോളെ, ഒന്ന് റെസ്റ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. മോളെ, ക്ഷീണം ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് രാത്രി തന്നെ കട ഉറപ്പിച്ച് വാങ്ങിച്ചതാ. ദാ കുടിക്കേ. പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ അന്വേഷിച്ചാലേ അവർക്കിത് ഇരുട്ടിന്റെ മറവിൽ നടന്ന ഒരു ആക്രമണം മാത്രമാണ്. പക്ഷെ ഇതിന്റെ പുറകിൽ ആരാണെന്ന് എനിക്ക് തന്നെ കണ്ടുപിടിക്കണം. ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും അവരോട് ഞാൻ പ്രതികാരം ചോദിച്ചിരിക്കും.